മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക മുറി അനുവദിക്കണമെന്ന ഒരു വിഭാഗം വിദ്യാർത്ഥിനികളുടെ ആവശ്യം അംഗീകരിക്കേണ്ടതില്ലെന്ന് കോളേജ് മാനേജ്മെന്റ് തീരുമാനം. കോളേജിന്റെ തീരുമാനത്തിന് സമൂഹത്തിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും വിദ്യാർത്ഥിനികൾ കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകുകയും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും ചെയ്തതിന്റെ തുടർച്ചയായാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക മുറി വേണമെന്ന ആവശ്യത്തെ തള്ളി മഹല്ലുകളുടെ സംയുക്ത പ്രതിനിധി സംഘം കോളേജ് മാനേജ്മെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ ആവശ്യത്തിന്റെ പേരിൽ നടന്ന സമരവുമായി സംഘടനയ്ക്ക് ബന്ധമില്ലെന്ന് SFIയും പ്രാർത്ഥനാ മുറിക്ക് വേണ്ടിയുള്ള സമരം അപക്വമെന്ന് മുസ്ലിം യൂത്ത് ലീഗും വ്യക്തമാക്കി. പ്രാർത്ഥനാ ഹാൾ വിവാദത്തിൽ തെറ്റായ പ്രചാരണത്തിലൂടെ അനാവശ്യ സ്പർദ്ധ സൃഷ്ടിക്കാൻ ഇടവരുത്തരുതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് തങ്ങളെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. കോളേജിൽ പ്രാർത്ഥനയ്ക്കായി ഒരു മുറി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു മതവിഭാഗക്കാർ അപേക്ഷ നൽകിയിരുന്നു. കോളേജ് ഇത് പരിശോധിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന തീരുമാനമാണ് കോളേജ് എടുത്തത്. നിർമ്മല കോളേജ് പുലർത്തിവരുന്ന മതേതര നിലപാട് തുടർന്നു പോകുമെന്ന് സമൂഹത്തെ അറിയിക്കുകയാണ്. 3000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിർമ്മല കോളേജ് ഉയർന്ന മതനിരപേക്ഷ മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുന്ന സ്ഥാപനമാണെന്നും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന അതേ നയം തന്നെ തുടരുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ അച്ചടക്ക ലംഘനം പരിശോധിച്ച് വീഴ്ച വരുത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിലെ അച്ചടക്ക സമിതി നടപടി സ്വീകരിക്കും. സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ, അധ്യാപക രക്ഷാകർതൃ സമിതി, വൈദിക അൽമായ പ്രതിനിധികൾ, മറ്റു മത നേതാക്കൾ എന്നിവരിൽ നിന്ന് ലഭിച്ച പിന്തുണയിൽ കോളേജ് മാനേജ്മെന്റ് നന്ദി അറിയിച്ചു. പ്രാർത്ഥനയ്ക്ക് സ്ഥലം ചോദിച്ച് ഏതാനും വിദ്യാർത്ഥികൾ നടത്തിയ സമരം അംഗീകരിക്കുന്നില്ലെന്ന് മഹല്ലുകളുടെ സംയുക്ത പ്രതിനിധി സംഘം വ്യക്തമാക്കി. മാനേജ്മെന്റുമായി സംഘം ചർച്ച നടത്തി. അറിവില്ലായ്മ മൂലം വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ സംഭവങ്ങളിൽ അവർ ഖേദം പ്രകടിപ്പിച്ചു. മൂവാറ്റുപുഴയിലെ മുസ്ലിം ജമാഅത്തുകളിലെ നായകസ്ഥാനത്തുള്ള സെൻട്രൽ മഹല്ല് ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി, പേട്ട മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം കാഞ്ഞാർ നിസാർ മൗലവി, ജമാഅത്ത് പ്രസിഡന്റുമാരായ PM അബ്ദുൽ സലാം, KM സെയ്ദ് മുഹമ്മദ് റാവുത്തർ, PSA ലത്തീഫ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. നിസ്കാരത്തിന് കോളേജിൽ നിന്ന് അധികം ദൂരെയല്ലാതെ വനിതകൾക്ക് കൂടി സൗകര്യമുള്ള മസ്ജിദ് നിലവിലുള്ളപ്പോൾ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അംഗീകരിക്കുന്നില്ലെന്ന് സംഘം പറഞ്ഞു. അവിടെ നിസ്കാരത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ മഹല്ലുകൾ പരിഹാരം കാണുമെന്നും അവർ അറിയിച്ചു. പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി SFI സമരം നടത്തിയെന്നത് വ്യാജ പ്രചാരണമാണെന്ന് സംഘടനാ നേതൃത്വം അറിയിച്ചു. പ്രാർത്ഥനാ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിൽ നടന്ന പ്രതിഷേധം SFI നേതൃത്വത്തിൽ ആയിരുന്നില്ല. മുദ്രാവാക്യം വിളിച്ചു നൽകുന്നത് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയിലെ അംഗമാണ്. ഇത് SFIയുടെ പ്രതിഷേധമായി ചിത്രീകരിച്ചതിൽ ഗൂഢാലോചനയുണ്ട്. കൃത്യമായ വർഗീയ വിഭജന അജണ്ടയാണ് ഇതിനു പിന്നിൽ. ക്യാമ്പസുകളെ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുന്ന ഗൂഢലക്ഷ്യക്കാരെ തുറന്നു കാട്ടുമെന്ന് നേതൃത്വം വ്യക്തമാക്കി. പ്രാർത്ഥനാ മുറിക്ക് വേണ്ടി വിദ്യാർത്ഥികൾ നടത്തിയ സമരം അപക്വമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് വ്യക്തമാക്കി. മതബോധം ഇല്ലാത്തവരാണ് ഇത്തരം ആവശ്യങ്ങൾക്ക് പിന്നിൽ. പൊതുസമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഇത്തരം സമരങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ വിട്ടുനിൽക്കണം. സാഹചര്യം മുതലെടുത്ത് വർഗീയ വിഷം ചീറ്റുന്ന സംഘടനകൾക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. പോർച്ചുഗലിൽ നിന്ന് വ്യാജ സന്ദേശങ്ങൾ അയച്ച് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും യൂത്ത് ലീഗും MSFും ആവശ്യപ്പെട്ടു. നിസ്കാര വിവാദത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കോളേജ് പ്രിൻസിപ്പലിനെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്തുണ അറിയിച്ചു. കോളേജ് കവാടത്തിന് 50 മീറ്ററിനുള്ളിൽ മസ്ജിദ് ഉണ്ടായിരിക്കെ കുട്ടികൾക്ക് അവിടെ നിസ്കാരത്തിന് സൗകര്യം ഒരുക്കാവുന്നതാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോസ് കുട്ടി ഒഴുകയിൽ പറഞ്ഞു. പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ചതിനെതിരെ കാസ, യുവദീപ്തി, KCYM സംഘടനകളും രംഗത്തെത്തി. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായ അസ്വാരസ്യം എല്ലാവർക്കും വലിയ ദുഃഖവും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ജാതി മത സൗഹാർദ്ദത്തിനു വേണ്ടി നിലകൊള്ളുന്ന കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ അഭിപ്രായപ്പെട്ടു. മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടി ആരെങ്കിലും പരോക്ഷമായോ പ്രത്യക്ഷമായോ ഇടപെടുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് പിന്മാറണമെന്ന്
കോഓപ്പറേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ, ട്രഷറർ ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര എന്നിവർ പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.